നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 430 430. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 28-ാം അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ശ്ലോകം 33: വിഭജ്യതനയേഭ്യാശ്മാം രാജർഷിർമലയധ്വജ ആരിരാധയിഷു കൃഷ്ണം സജഗാമകുലാചലം. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, രാജർഷിയായ മലയധ്വജൻ പുത്രന്മാർക്കായിക്കൊണ്ട് ഭൂമിയെ വിഭജിച്ചിട്ട് കൃഷ്ണനെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ട് കുലപർവ്വതത്തെ ഗമിച്ചു, കുലപർവ്വതത്തിലേക്ക് പോയി. ഇതാണ് വാക്കാർത്ഥം പറയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഋഷിയുടെ രീതിയിൽ കാലം കഴിക്കുന്ന ആ മലയധ്വജ രാജാവായിട്ടും ഒരു ഋഷീനെ പോലെ ജീവിതചര്യകൾ അനുഭവിക്കാമെന്നാണ് പറയേണ്ട താല്പര്യം. പുത്രന്മാർക്ക് ഭൂഭാഗത്തെ വിഭജിച്ചു കൊടുത്ത ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ സേവിപ്പാനായിക്കൊണ്ട് കുലപർവ്വതത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈരാഗ്യദാർഢ്യം നിമിത്തം, വൈരാഗ്യദാർഢ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു രാഗമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് എന്തായി? സ്വദേശം സ്വഭവനം എന്നിവയെ ഉപേക്ഷിച്ച് ഏകാന്ത പ്രദേശമായ പുണ്യസ്ഥാനത്തെ ആശ്രയിക്കുമെന്ന് സാരം. അഹങ്കാരം തീരെ നശിക്കണമെങ്കിൽ മഹാന്മാരുടെ സാന്നിധ്യം നിമിത്തം പരിശുദ്ധങ്ങളായ തീർത്ഥക്ഷേത്രാദി സ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ് വളരെ നല്ലതെന്ന് സൂചിപ്പിച്ചു. പക്ഷേ ആരും ഈ സൂചനകൾ ഏറ്റെടുക്കാറില്ല. കാരണം എന്താ? തീവ്രതയുടെ, അതായത് വൈരാഗ്യത്തിൻ്റെ തീവ്രതയുടെ കമ്മി. അവരവരുണ്ടാക്കിയിട്ടുള്ളത് വിട്ടുപോവാനുള്ള മാനസിക വിമ്മിഷ്ടാണ് മനുഷ്യനെ കൂടുതൽ ആധ്യാത്മികതയിൽ നിന്ന് അകറ്റുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം, 34-ാമത്തത്. ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭീമതിരേഷണ അന്വധാവത പാണ്ഡേഷ്യം ജ്യോതിസ്നേവരജനീകരം. അതായത് യുവതിയായ വൈദർഭി ഗൃഹങ്ങളെയും പുത്രന്മാരെയും ഭോഗങ്ങളെയും ഉപേക്ഷിച്ചിട്ട്, അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് വൈരാഗ്യം ഉണ്ടാവുന്നത്. ചന്ദ്രനെ ചന്ദ്രിക എന്ന പോലെ പാണ്ഡ്യരാജാവിനെ അനുധാവനം ചെയ്തു, ഫോളോ ചെയ്തു എന്നർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. സുന്ദരിയും യൗവനയുക്തയുമായിരുന്നാലും പതിവ്രതയായ വൈദർഭി അവളുടെ ഗൃഹങ്ങൾ, പുത്രന്മാർ, സുഖഭോഗങ്ങൾ എന്നിവയെ മുഴുവനും വെടിഞ്ഞ് ചന്ദ്രിക ചന്ദ്രനെ എന്ന പോലെ സ്വഭർത്താവായ പാണ്ഡ്യരാജാവിനെ അനുഗമിച്ചു. അപ്പോൾ ഈ ഒരു ശ്ലോകങ്ങളൊക്കെ 6, 8, 10, 12 വയസ്സിൽ പഠിച്ചു വിചാരിക്കുക. എന്താ ഗുണമുണ്ടാവുക? കല്യാണം, വിവാഹം കഴിഞ്ഞ് 2-3 കുട്ടികളൊക്കെ ആയി പിന്നെയും കാമുകൻ്റെ ഒപ്പം പോകണം എന്ന് തോന്നണത് അബദ്ധജടിലമായ തീരുമാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു, സത്വഗുണത്താൽ കാമാദിദോഷങ്ങൾ അകന്നിരിക്കുന്ന പരിശുദ്ധ ബുദ്ധിവൃത്തിയെ പിരിയാതെ മുമുക്ഷുവായ ജീവൻ ഗുരുസേവയിൽ തൽപരനായിരുന്നു എന്ന് സാരം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിവിസത്തിലുള്ള ആൾക്കാരെയൊക്കെ കൂടെ ഒഴിവാക്കിയാൽ പരമാർത്ഥ സത്ത എന്തേ ഉള്ളൂ? ജീവൻ ആത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ശ്ലോകം 35:
തത്ര ചന്ദ്രവശാ നാമ താമ്രപർണീ വടോദക തൽ പുണ്യസലിലേ നിത്യം ഉഭയത്രാത്മനോ മൃജൻ. 36ാമത്തെ ശ്ലോകം വരും. കന്ദാഷ്ടിഭിർമൂലഫലൈ പുഷ്പപർണൈ സ്തൃണോദകൈ വർത്തമാന ശനൈ ഗാത്ര കർഷണം തപ ആസ്ഥിതാം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം വരുന്നത്, അവിടെ താമ്രപർണി ചന്ദ്രവശാദി നാമധേയങ്ങളുള്ള നദികളുണ്ട്. അവയിലെ പുണ്യജലങ്ങളാൽ ആത്മാവിൻ്റെ 2 ഭാഗങ്ങളെയും ക്ഷാളനം ചെയ്ത് കന്ദങ്ങൾ അഷ്ടികൾ, മൂലങ്ങൾ ഫലങ്ങൾ, പുഷ്പങ്ങൾ ഇലകൾ, തൃണങ്ങൾ ജലങ്ങൾ ഇവയാൽ ഉപജീവിക്കുന്നവനായിട്ട് ക്രമത്തിൽ ശരീരത്തെ കൃശമാക്കുന്നതായ തപസ്സിനെ അനുഷ്ഠിച്ചു. ശരീരത്തെ കൃശമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൃശമാക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വരിക? രജോ ഗുണം തമോ ഗുണം ജാസ്തിയാവും, സത്വഗുണം കമ്മിയാവും. അതാണ് ആഹാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറയണത്? മലയധ്വജൻ അവിടെയുള്ള ചന്ദ്രവശ, താമ്രപർണി, വടോദക എന്ന നദികളിലെ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പുറത്തും അകത്തും ഉള്ള മലകളെ ക്ഷാളനം ചെയ്യുകയും കിഴങ്ങുകൾ, വിത്തുകൾ, മൂലങ്ങൾ, ഫലങ്ങൾ, പുഷ്പദളങ്ങൾ, തൃണങ്ങൾ, ജലം എന്നിവയെ ഭക്ഷിച്ചും ശരീരത്തെ ക്രമത്തിൽ കൃശമാക്കി തീർക്കുന്നതായ തപസ്സിനെ ആചരിച്ചു എന്ന് പറയണ്ടായി. ശ്ലോകം 37. ശീതോഷ്ണവാദവർഷാണി ക്ഷുപ്പിപാസേ പ്രിയ അപ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വന്യ ജയത് സമദർശന. സമദർശികളൊക്കെ ദ്വന്ദ്ങ്ങളെ മറികടക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. എന്താ അതൊന്നുകൂടി വിസ്തരിക്കുക. അതിൽ ശീതം, ഉഷ്ണം, വാദം, വർഷം എന്നിവയെയും ക്ഷുത്ത്, പിപാസ എന്ന 2നെയും പ്രിയം, അപ്രിയം എന്ന 2നെയും സുഖം, ദുഃഖം എന്ന 2നെയും ഇപ്രകാരമുള്ള ദ്വന്ദ്ങ്ങളെ സമത്തെ ദർശിക്കുന്നവനായിട്ട് ജയിച്ചു. സമത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും സഹിക്കാമെന്ന് അർത്ഥം വരും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. തണുപ്പ്, ഉഷ്ണം, കാറ്റ്, മഴ, വിശപ്പ്, ദാഹം, പ്രിയം, അപ്രിയം, സുഖം, ദുഃഖം എന്നിങ്ങനെ ജോഡി ചേർന്ന് വന്നുപോയി കൊണ്ടും ഇരിക്കുന്ന അവസ്ഥാഭേദങ്ങളെ ജയിച്ചു. എങ്ങനെയെന്നാൽ നിർവികാരമായിരിക്കുന്ന പരമതത്വത്തെ മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നും എങ്ങും ഒരുപോലെ വിളങ്ങുന്ന ശ്രീവാസുദേവനെ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് അന്തർനിഷ്ഠമായതിനാൽ അകത്തെന്താ സംഭവിക്കണത് എന്നുള്ളതിൽ താല്പര്യത്തോടു കൂടി ഇരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അന്തർനിഷ്ഠ. പുറത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരീരത്തെ ബാധിക്കുന്ന ശീതാദ്യാവസ്ഥകളെ അനുസന്ധാനം ചെയ്തിരുന്നില്ല എന്നും സൂചിപ്പിച്ചു. അതായത് ലീസ്റ്റ് വറീഡ് അബൌട്ട് ദി ക്ലൈമറ്റിക് കണ്ടീഷൻ. ക്ലൈമറ്റ് നമ്മൾ നിരീക്ഷിച്ചാൽ മാറില്ല. അപ്പോൾ ആ ക്ലൈമറ്റിനെ സ്വീകരിക്കാൻ പഠിക്കാമെന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പം ഇനി 38ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തപസാ വിദ്യയാ പക്വകഷായോ നിയമൈര്യമായി യുയുജേ ബ്രഹ്മണ്യാത്മാനം വിഹിതാക്ഷനിലാശയാം. ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും ദഹിപ്പിക്കപ്പെട്ട കാമാതിവൃത്തികളോടുകൂടിയവനും നിയമങ്ങൾ കൊണ്ടും യമങ്ങൾ കൊണ്ടും കൊണ്ടും ജയിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ അവരവരുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, അന്ധകരണം എന്നിവയോടുകൂടിയവനുമായിട്ട് ആത്മാവിനെ ബ്രഹ്മത്തിൽ യോജിപ്പിച്ചു. ആത്മാവിനെ ബ്രഹ്മത്തിൽ, പരമാത്മ ചൈതന്യത്തിൽ യോജിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ദ്വന്ദ്ങ്ങളെ സഹിച്ചിരിപ്പാനുള്ള ശക്തി എങ്ങനെ ലഭിച്ചു എന്നതിനെ തന്നെ സ്പഷ്ടമാക്കുന്നു.
കന്ദമൂലാദികളെ ഭക്ഷിച്ചിരുന്നതുകൊണ്ടും വേദവിധി പ്രകാരമുള്ള പലവിധ ഉപാസനകളെ ശീലിച്ചിരുന്നതുകൊണ്ടും മന്ത്രാദി ജപങ്ങളെ അനുഷ്ഠിക്കുന്നതുമായ നിയമങ്ങൾ കൊണ്ടും ഹിംസാദി വൃത്തികളെ ഉപേക്ഷിച്ചിരിക്കുന്നതായ യമങ്ങളുടെ അഭ്യാസം കൊണ്ടും കാമക്രോധാദി വൃത്തികൾ ക്രമത്തിൽ നശിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളും പ്രാണനും അന്ധകരണവും അവയുടെ സ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് അന്യവിഷയങ്ങളിലേക്ക് സഞ്ചരിക്കാതെ ശാന്തവൃത്തികളായി ഭവിച്ചു എന്നാണ് പറഞ്ഞത്. അത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്വഭാവത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനാണത്. അങ്ങനെ ആത്മാവിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു എന്നായി. ഇനി 39ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ആസ്തേ സ്ഥാനുരിവൈകത്ര ദിവ്യം വർഷശതം സ്ഥിര വാസുദേവേ ഭഗവതി ന അന്യദ്വേദോദ്വഹൻരതിം. ഒരു സ്ഥാനത്തിൽ ദിവ്യമായ 100 വത്സരം സ്ഥിരനായിട്ട് സ്ഥാണുവെന്ന പോലെ, കുറ്റിയടിച്ച കൂട്ടത്തിലെന്നർത്ഥം, സ്ഥാണുവെന്ന പോലെ വസിച്ചു. ഭഗവാനായ വാസുദേവനിൽ രതിയെ വഹിക്കുന്നവനായിട്ട്, അതായത് ഇവിടെ അന്യത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്യത്തെ അറിഞ്ഞാൽ ശ്രദ്ധ പോയി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ഇപ്രകാരം ഒരു സ്ഥാനത്തിൽ തന്നെ 100 ദിവ്യവത്സരക്കാലം മനസ്സിനെ ചലിപ്പിക്കാതെ നിശ്ചേഷ്ടനായി വസിച്ചു എന്ന് പറയണം. സർവൈശ്വര്യപരിപൂർണനും സർവനിയന്താവുമായ ശ്രീ വാസുദേവനിൽ പരമപ്രീതിയെ വഹിച്ചിരുന്നാൽ അന്യമായ ദേഹാദി പ്രപഞ്ചത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നായി. ശ്ലോകം 40. സ വ്യാപകതയാ ആത്മാനം വ്യതിരിക്തതയാ ആത്മനി വിദ്വാൻ സ്വപ്നൈവാമർഷ സാക്ഷിണീം വിരരാമഹ. എന്താണ് അർത്ഥം പറയുന്നത്? അവൻ ആത്മാവിനെ ദേഹാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്നതായ അവസ്ഥ കൊണ്ടും വ്യാപിച്ചിരിക്കുന്നതായ അവസ്ഥകളെ കൊണ്ടും വൃത്തിയുടെ ദ്രഷ്ടാവായിട്ടും, അതായത് സമാധാനത്തിൻ്റെ സ്വപ്നമെന്ന പോലെ അറിഞ്ഞവനായിട്ട് ആത്മാവിൽ വിരമിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: അപ്പോൾ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരമുണ്ടായതിനാൽ ജീവൻ മുക്തനായി ഭവിച്ചു. കാര്യകാരണ സംഘാതമായ ശരീരത്തിൽ വർത്തിച്ചിരിക്കുന്ന ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ് സ്വതന്ത്രനായിരിക്കുന്നവനും ബ്രഹ്മാകാരമായി പരിണമിച്ചിരിക്കുന്ന അന്ധകരുണവൃത്തിയുടെയും സാക്ഷിയാണെന്നും അറിഞ്ഞതിനാൽ ആത്മാമാത്രനായി ഭവിച്ചു. ഏതുപോലെ എന്നാൽ സ്വപ്നത്തിൽ ഉദ്ധിതനായവൻ സ്വപ്ന പദാർത്ഥങ്ങളെ ഓർക്കുന്നവനായിരുന്നാലും ആ പദാർത്ഥങ്ങളിൽ അധ്യാസം ഇല്ലാത്തതുകൊണ്ട് താൻ മാത്രമല്ല അന്യജങ്ങളായ സ്വപ്നപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ലെന്ന് ബോധാവസ്ഥയിൽ അറിയുന്നത് പോലെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്ന സമയത്ത് തോന്നിയിരുന്ന പരിച്ഛിന്നഭാവം നശിച്ചതിനാൽ അപരിച്ഛിന്ന ബ്രഹ്മമായിട്ട് വിളങ്ങി ഷൈൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി 41ഉം 42ഉം ശ്ലോകങ്ങളൊപ്പം പോകും. സാക്ഷാൽ ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരതാ വിശ്വതോ മുഖം പരേ ബ്രഹ്മണി ച ആത്മാനം ബ്രഹ്മ തഥാ ആത്മനി വീക്ഷിഷ്യമാണോ വിഹായേക്ഷാം അസ്മാദുപരരാമഃ.
ഈ ശ്ലോകത്തിന് എന്താ വാക്കാർത്ഥം പറയാം? ഹേ രാജൻ, സാക്ഷാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഐശ്വര്യസ്വരൂപനും സർവലോകത്തിനും ഉപദേഷ്ടാവുമായ ഹരിയാൽ പറയപ്പെട്ടിരിക്കുന്നതും എങ്ങും വ്യാപ്തിയോടുകൂടി വണ്ണം പ്രകാശിക്കുന്നതുമായ വിശുദ്ധജ്ഞാനപ്രകാരത്താൽ പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ ആത്മാവിനെയും അപ്രകാരം ആത്മാവിൽ പരബ്രഹ്മത്തെയും വീക്ഷമാണെന്ന് നിവേക്ഷിക്കുന്നവനായിട്ട് ഈ ഈക്ഷയെയും ഉപേക്ഷിച്ചിട്ട് ഇതിൽ നിന്ന് ഉപരമിച്ചു, ഭാഗ്യം വിട്ടു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഹേ രാജൻ, സർവചരാചരങ്ങളിലും ഐശ്വര്യസ്വരൂപേണ നിറഞ്ഞിരിക്കുന്ന പരമഗുരുവായ ശ്രീഹരിയുടെ കാരുണ്യകടാക്ഷത്താൽ ഹൃദയത്തിൽ സർവതോമുഖമായി പ്രകാശിപ്പിച്ചതായ സ്വരൂപബോധപ്രകാശത്താൽ മൂലജ്ഞാനം മൂലത്തോടുകൂടെ നശിപ്പിച്ചപ്പോൾ പരബ്രഹ്മത്തിൽ ആത്മാവിനെയും ആത്മാവിൽ പരബ്രഹ്മതേജസ്സും കണ്ടു. ഉടനെ ദർശനരൂപമായ ആ മറിവിനെയും തിരശൈലയെയും അതിക്രമിച്ചപ്പോൾ ദേഹാദി പ്രപഞ്ചത്തിൽ നിന്ന് അത്യന്ത നിവൃത്തിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഭക്തിയുടെ